കേശു. മക്കളെ എന്താ വിശേഷം? ഓ, നിനക്ക് എപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ, സന്തോഷം. മക്കളെ യാത്രയൊക്കെ സുഖമായിരുന്നടാ? ഓ, നീ വഴി മറന്നെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ അങ്ങനെ മറക്കുവാമി. വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പെട്ടുപോയ വഴിയല്ലേ മാമി. എന്താടി നീ വിളിച്ചു പറയാതെ വന്നേ? ഒരു സർപ്രൈസ് വിചാരിച്ചു. സർപ്രൈസ് തന്ന് ഒരുത്തനങ്ങ് ഗൾഫിൽ പോയി. ഇതിന്റെ ഇടയിൽ നിന്ന് അവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. എല്ലാരും കൂടി സർപ്രൈസ് തന്ന് ഞങ്ങളെ അങ്ങ് ഒറ്റയ്ക്കാക്കിയല്ലോ. അമ്മേ എന്തോന്നമ്മ, ഞങ്ങൾ വല്ലപ്പോഴും കൂടി വരണതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. അമ്മൂമ്മ അറിയാണ്ട്. താഴെ തൊടിയിലുണ്ട്. വീട്ടിൽ കയറ്റാറില്ലേ? ഞാനും വരാ. അതെ, അപ്പൂപ്പനെ ഒന്ന് സർപ്രൈസ് കൊടുത്തിട്ട് പോരാ. എളുപ്പം വരണം, വല്ലതും കഴിക്കേണ്ടതല്ലേ? അത് വരാൻ പെട്ടെന്ന് വരാം. ഭയങ്കര വിശപ്പ്. നീയും പിള്ളേരും വരുന്നവരെന്താ വിളിച്ച് പറയാതിരുന്നേ? വാ, അടുക്കളയിലേക്ക് വാ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ? പിള്ളേര് തൊടിയിന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. മോളെയും വിളിച്ചോണ്ട് പോയി. എന്നാ ഇവിടെ ഒരുത്തം നീക്കും പുലി കളഞ്ഞിട്ട് പോവാ. മാമി, മാമി, എല്ലാരും ഉണ്ടല്ലോ. അച്ഛനും അമ്മയൊക്കെ എന്താ മക്കളെ? അവര് വീടിനകത്ത് കയറി. പിടിച്ചോ പിടിച്ചോ, കളയരുത് കേട്ടോ. ആ, മക്കൾ പോലെ കഴിച്ചായിരുന്നോ? ഇല്ല പൂപ്പ, നല്ല വിശപ്പുണ്ട്. അയ്യോ, വീടരുത്. നടക്കടാ വീടല്ലേ. അച്ഛാ, ഇന്ന് രാവിലെ കൂടെ നിങ്ങളുടെ കാര്യം ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. പക്ഷെ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇല്ല, നമുക്ക് അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ പിള്ളേർ ഭയങ്കര നിർബന്ധം, അതുകൊണ്ട് വന്നു. അപ്പോ പിള്ളേര് നിർബന്ധിച്ചാലേ നിങ്ങൾ വരും. അത് അങ്ങനെയൊന്നുമില്ല മാമ. ശ്രീകുട്ടൻ തന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിരുന്നു മാമ. എനിക്കൊരു കാര്യം പറയാനുണ്ടേ. എന്താടാ? ശ്രീകുട്ടനെ വിളിക്കാറൊന്നുമില്ല. എനിക്കതിൽ വിഷമമൊക്കെ ഉണ്ട് മാമ. കൊച്ചിലെ ഞാൻ കൈ പിടിച്ചോണ്ട് വളർത്തിയ ചെറുക്കല്ല മാമ. പിന്നെന്ത് വിളിക്കാത്തത്? അച്ഛാ ശരിയാ, ബാലു പറഞ്ഞു കുട്ടി വിളിക്കാറേ ഇല്ല ബാലുവിനെ. പക്ഷെ എന്നെ വല്ലപ്പോഴും വിളിച്ചാ ബാലുവിനെ കുറിച്ച് ചുമ്മാ വെറുതെ പറയല്ലേ. സത്യേടോ അതെ. എടാ, അവൻ ഇവിടെ വിളിക്കുമ്പോഴും നിന്റെ കാര്യം എപ്പോഴും ചോദിക്കുന്നത്. എടാ, അവൻ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിന്നോട് വലിയ സ്നേഹമാണ് അവന്. അതറിയാം മാമ. പക്ഷെ വിളിക്കാത്തത് സങ്കടം വന്നുപോയി. നമ്മളോട് ഇപ്പം പടവലം കൃഷിയൊന്നുമില്ല. ഓ, ഇപ്പൊ കുറച്ചേ ഉള്ളൂ മോനെ. അങ്ങ് കിഴക്കേ അറ്റത്ത്. അയ്യോ, കുറച്ച് കൃഷി ചെയ്താൽ പോരാ, കുറച്ച് അധികം ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന്റെ പേര് അന്യം നിന്ന് പോകും. തലമുറയായിട്ട് പടവലം കൃഷി ചെയ്തോണ്ടേയിരിക്കണം. ഒന്ന് പോടാ അവിടുന്ന്. വാടാ പടവലം കാശു. ഈ പയർ എത്ര വർഷമായി മാമ നട്ടിട്ട്? എത്ര വർഷമോ? പയർ വന്നിട്ട് എത്ര വർഷമായി? അവന് ഇതൊരു ശീലമല്ലേ? ഏത് മുറുക്കാനെ? അങ്ങനെ നിർബന്ധമൊന്നുമില്ലടാ. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്തോന്ന് പിന്നെ കിട്ടിയാ വല്ലപ്പോഴും ചതയ്ക്കും. വേണമെങ്കിൽ എടുത്ത് മുറുക്കടാ. നല്ല പറ്റ തന്നെ. ഇത് കൊള്ളൂല. ഇത് തളിരി പറ്റില്ല, വേണം. തിരുമല കടുക്കും. എന്താ പൊടപടാന്ന് പൊടിയണ്ട. അതുപോലെ തന്നെ ഈ ചുണ്ണാമ്പില്ലേ, തേക്കുമ്പോ വെണ്ണ പോലെ ഇരിക്കണം. കണ്ട, ഇങ്ങനെ പോണം. ഇതങ്ങനെയല്ല, ഇത് പിടിക്കും. മാമ പാക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് ചാവച്ച് നോക്കും പറയാവടാ. കഴിക്കല്ലേ? നീ കഴിക്കും. നമുക്കാ മാമ
നോക്കേ പോയിലെടുത്തോട്ടോ അങ്ങനെ കഴിക്കൂല നീല് കൊണ്ടാ വഴക്ക് പറയും പെണ്ണുങ്ങൾ പറയുമ്പോഴല്ലേ കേൾക്കാം കുറച്ചെടുക്കാവുള്ളൂ കുറച്ച് തന്നെ ഇട്ടാ കുട്ടിയുടെ കൂടെ തലയിൽ കയറി പിടിക്കണേ മാമ ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഈ വർഷം നമുക്ക് കെങ്കേമമായിട്ട് നമുക്ക് നടത്തണം പൈസയെ പറ്റിയൊന്നും ചിന്തിക്കണ്ട അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ച് അമ്മാണ്ടിക്കണ്ട എല്ലാം ഞാൻ കേട്ടോളാം. കഴിഞ്ഞ വർഷം നീ ഉത്സവത്തിന് തന്നത് എനിക്ക് നല്ല ഓർമ്മ. നീ കുടുംബക്കാരെയൊക്കെ വിളിച്ച് കമ്മിറ്റിയും കൂടി അങ്ങ് പിരിഞ്ഞു. പിന്നെ ഒറ്റ ഒരുത്തൻ ഈ വഴി അതിന് വഴിയുണ്ട്. ഒരു പ്രശ്നം വെച്ചാൽ ദേവപ്രശ്നം വെച്ചാലേ ഈ ഓടിയന്മാരൊക്കെ പറന്നു വരും. എന്നിട്ട് ദേവിയുടെ ചേട്ട നടയിൽ സാഷ്ടാംഗം നമസ്കരിക്കും. അവിടെ എന്റെ പേര് മാറ്റിക്കും മാമൻ. മാമൻ പറ മാമൻ പറ. എടാ നീ അല്ലേ പറയാൻ തുടങ്ങിയ നീ തന്നെ അങ്ങ് പറ. മാമൻ തുപ്പിട്ട് വാ. എനിക്ക് തുപ്പൊന്നും വേണ്ട. ചവച്ചിറക്കൂ. എടാ നീ വേണം ഇറങ്ങിയോടാ. ശ്രീകുട്ടൻ വിളിക്കാറുണ്ടാ? കഴിഞ്ഞ ദിവസം അവളെ വിളിച്ചിരുന്നു. സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്രദ്ധ കാണാൻ വിളിച്ച് ചോദിക്കണം. വല്ലപ്പോഴേക്ക് വിളിക്കാറുണ്ടാ മാമൻ? എടാ അവളെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ? ഭയങ്കര പ്രശ്നമാണ് അവിടെ ഗൾഫിൽ. ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു അയക്കണ്. 8 മുട്ടും അവിടെ പൊട്ടനാണ്, അല്ല ചെറുക്കലാണ്. മാമൻ പറഞ്ഞൊന്നു റെഡിയാക്കി എടുക്കണം കേട്ടോ. കിടക്കുന്നു പാടിയപ്പോ. എടാ അവൻ എവിടെ പോയാലും ജീവിക്കും. നിങ്ങളെ മോനല്ലേ ജോലി ചെയ്യുന്ന കാര്യത്തിൽ അവൻ ഒരു മടിയില്ല. അയ്യോ എനിക്ക് അതാണ് പേടി. ഭയങ്കര ആത്മാർത്ഥയാണ്. അതുകൊണ്ട് പറമ്പ് കളയ്ക്കാൻ പറയും. കിളച്ച് അറബിയുടെ വീടിനകത്ത് കയറി കിളച്ചാൽ അല്ല പിന്നെ മാമൻ്റെ മോനാണ് ഞാൻ പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് വലിഞ്ഞളായി. മോക്ക് ഇതേ സ്വഭാവം തന്നെ. ആഹാ ഇതെന്നിനി എഴുതി തരണത് എല്ലാം കെട്ടിപ്പിടിച്ചോണ്ട് വെച്ചാ ഇരി അവിടെ. രാജാവല്ലേ ഇളഞ്ഞ കാലുമേ കാല് വിട്ടു. എല്ലാ തടി. ഞങ്ങളുടെ ഇപ്പൊ വന്നേ ഉള്ളൂ, കുറച്ചേരായി. എന്തുണ്ട് വിശേഷം പിന്നെ അവിടെ? എടാ ശ്രീകുട്ട, അവിടെ ഭയങ്കര ചൂടാണോ? ആണോ? പൊടി കിടന്നു ഇവിടെ പറഞ്ഞാടാ. പിന്നില്ലേ ഇവിടെ മഴയൊന്നും ഇല്ലടാ. കഴിഞ്ഞ വർഷം ഭയങ്കര മഴയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഓണത്തിന് നല്ല മഴ ഉണ്ടാവുമായിരിക്കും. പിന്നെ അവിടെ ഒന്നും മാറിയില്ല ചൂ. പിന്നില്ല അവിടെ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ശരി ആടാ, ഓക്കെ. വൈകിട്ട് വിളിക്കണേ. അമ്മ എന്താ എനിക്ക് ഫോൺ തരാഞ്ഞേ? മനസ്സില്ല തരാൻ. ആര് അവനെ വിളിച്ചേ? ഞാൻ അവൻ്റെ കാര്യത്തെ പറ്റി അവിടെ മാമനടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പം അങ്ങനെ ഒറ്റ പോക്ക്. എന്താണാവോ സംസാരിക്കാൻ തുടങ്ങിയത്? അല്ല അവരുടെ ഉദ്ദേശം തോന്നുന്നു. അവൻ ഒറ്റയ്ക്ക് മരുഭൂമി പറഞ്ഞു വെച്ചിട്ട് അവരെവിടെ കിടന്ന് പിക്നിക് കളിക്കണം അല്ലേ? എന്താ ഉദ്ദേശം എന്താ അവരെ? എന്ത് അല്ല അവരുടെ ഉദ്ദേശം എന്താ നോക്കണ്ടേ? അവന് പെണ്ണൊന്നും കിട്ടണ്ടേ? എടി അവരെ അവസാന കാലത്ത് അന്ത്യത്തിരി കത്തിക്കാനെങ്കിൽ അവർ എത്തോടിയോ? എന്ത് വൃത്തിയുടെ പാല് പറയണേ? അവസാന കാലത്ത് ക്ഷേത്രത്തിൽ ഒരു അങ്ങനെയല്ലല്ലോ പറഞ്ഞിപ്പോ. പിന്നെ എങ്ങനെ പറഞ്ഞത്? അമ്മേ ഇത് വേറൊന്നുമല്ല. അച്ഛൻ ഇവിടെ കുട്ടുമാവില്ലാത്തതിന് സങ്കടം. കുട്ടുമാവിനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഓടി കിടന്ന് അടി ഉണ്ടാക്കാറല്ല, പുഴക്കടവിലും പറമ്പിലൊക്കെ ആയിട്ട് അല്ലേ? അടി അവനടുത്ത് ആര് സംസാരിക്കണടി? അവ ഇല്ലാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറ്റാമിന്റെ അടുത്ത് അവനുണ്ടായിരുന്നു പണ്ടേ പറഞ്ഞു വിട്ടാൻ അങ്ങോട്ട്. എന്താ ഇവിടെ ആദ്യമായിട്ട് കാലൂത്ത് ഞാനാണ്. എന്റെ അച്ഛൻ കുട്ടമ്പിള്ള എന്റെ അച്ഛൻ കുട്ടമ്പിള്ള കഴിഞ്ഞ അധികാരം എനിക്കാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മൂമ്മ ഇതൊന്നും കേൾക്കണ്ടോ? അവര് കേക്കട്ടെടി, അവര് കേക്കട്ടെ. കേട്ടാ എനിക്കെന്താ? അവർ കേൾക്കാൻ കിടക്കണേ ഉള്ളൂ. ഞാൻ നമ്മളെ വീട്ടിൽ വരുമ്പോൾ എന്നെ പറയാണെന്ന് അവർ ശല്യം ചെയ്യുമല്ലേ. ഇന്ന് അവർ ഇപ്പൊ എന്റെ വായിരിക്കണം കേൾക്കാൻ ഞാൻ കരുതി കൂട്ടി തന്നെയാണ് വന്നത്. എന്താടാ എന്നെ കുറിച്ച് പറയുന്നേ? അതെ, നമ്മളെ വീട്ടിൽ വരുമ്പോൾ അമ്മായി ഓടിച്ചാടി നടക്കുമല്ല. ഇവിടെ ആണെങ്കിൽ ഇപ്പം അമ്മായിക്ക് ഒട്ടും വയ്യ, ഭയങ്കര ക്ഷീണം, കണ്ടീഷനൊക്കെ മോശമായിട്ട് പറയണം. അമ്മായി വീട്ടിൽ വന്ന് 2 ദിവസം നിന്നില്ലേ? അമ്മായിക്ക് അവിടെ പറ്റും. അമ്മായിക്ക് എവിടെ നിന്നാലും പറ്റില്ല തന്നെയാ. ശ്രീക്കുട്ട ഇവിടെ ഇല്ലാത്തതാണ് ആകെ പ്രശ്നം. കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ ചെത്തും. എന്തിന്? എന്റെ പൊന്നമ്മായി ഈ പച്ചപ്പിൽ വെട്ടി കിളച്ച് കിടന്നവനെ അവിടെ പിടിക്കൂല.
അതുപോലെ തന്നെ അവിടെ ഭയങ്കര ഉഷ്ണക്കാറ്റുണ്ട്. എത്രയോ കിലോമീറ്ററിലാണ് ഇങ്ങനെ കാറ്റടിക്കണം. നമ്മളെ ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ പൊള്ളും, പപ്പടം പോലെ ആയിപ്പോവും, പിടിച്ചിരിക്കാൻ പറ്റൂല. അമ്മായി നോക്കി, അടുത്ത മാസം ദാ ഇവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കണതാണ്. നോക്കിയോ, അവൻ അങ്ങനെയൊന്നും ഓടിച്ചാടി പോരില്ല. ഓടിപ്പടച്ച് പെട്ടെന്ന് ഇനി വരാതിരുന്ന അവന് കൊള്ളാം. ഇല്ലു വെള്ളം ചൂടാക്ക. അമ്മായി കുഴമ്പല്ലോ ഉണ്ടോ? അകത്തുണ്ട്. ദേഹം ഭയങ്കര വേദന. അവിടെ ആണെങ്കിൽ ഒരുപാട് ജോലിയല്ലേ, ഇവിടെ ഇത്തിരി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാലു, ഓ ഇതാ എടേ, അവന്റെ ഓരോ വാക്കിലും മുള്ളും മുനയുണ്ടല്ലോ. അമ്മ ഒട്ടും മോശമൊന്നുമല്ല. നീ ഒറ്റ ഒരുത്തി അവനെ ഇങ്ങനെ ആക്കിയത്. ആ, ഇങ്ങനെയെങ്കിലും ആക്കാൻ ഞാൻ പെട്ട പാടില്ല, എനിക്ക് മാത്രം അറിയാൻ പാടില്ല. വിഷ്ണു, ഡാ, എടാ, എന്താ അമ്മ? എന്തോന്നാ നീ തൂണെ പിടിച്ച് കാണിക്കുന്നേ? എല്ലാവരും പൊളിച്ച് താഴെ ഇടുവോ? ഒന്ന് പോവാം അമ്മ, നമ്മുടെ തറവാടല്ല, അത്ര പെട്ടെന്ന് പൊളിയോ? പൊളിച്ചാലും പൈസ കിട്ടും. പഴയ ഉരുപ്പടിയല്ലേ, നല്ല കാതലാണ്. വട്ടവാളിന് അറുത്ത് കഴിഞ്ഞാൽ ഒരു 2 നില വീടിനുള്ള കട്ടളക്ക് കിട്ടും. ആഹാ, അല്ല ബാല, ഇത് നിർത്തി ഉറപ്പിക്കണോ അതോ പൊളിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയി ഉറപ്പിക്കണോ? ഇത് മാമന്റെ ഇഷ്ടം പോലെ. അല്ല വേണ്ട, നിന്റെ ഇഷ്ടം പോലെ. എന്റെ മാമ, ഞാൻ വെറുതെ പറഞ്ഞത്. ഇപ്പൊ ശ്രീകുട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ വീട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ 2 നില വീട് വെച്ച് എന്ത് ചെയ്യും? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം. അപ്പുറത്തെ പറമ്പിലെ നമ്മളെ അവിടെ അപ്പുറത്തെ ഒരു സ്ഥലം ഉണ്ടല്ലോ, എവിടെ 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 ആങ്കിൽ അവിടെ വേണ്ടെങ്കിൽ വേണ്ട, ചാനലിന്റെ കരയിൽ തരാന്ന് പറഞ്ഞൊരു 80 സെന്റ് ഉണ്ടല്ലോ, അവിടെ ഒത്ത നടുക്ക് ഇത് റീസെറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും? എടാ, എങ്ങനെ ഇരിക്കടാ? അപ്പൊ ഇത് പൊളിച്ചിട്ട് അച്ഛൻ എവിടെയെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്ക്. ഞങ്ങൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലല്ലോ. അച്ഛനാണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞ വസ്തു കൊടുക്കാത്തോണ്ട് എടാ, വസ്തുവിന്റെ പേരിൽ ഞാനും നിന്റെ അമ്മയായിട്ട് ഇതുവരെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അവൾ ഇങ്ങോട്ട് പറയും, ബാലു നമുക്ക് ആ വസ്തു വാങ്ങിയെടുക്കണം, പിള്ളേരൊക്കെ വളരെയാണ്. അപ്പൊ ഞാൻ പറയും വേണ്ട, മാമനും മാമിക്കും അറിഞ്ഞു തരണം, എപ്പോഴും തോന്നുന്നു അപ്പൊ തന്നാ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലടാ? സത്യം. എന്റെ മാമ, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതല്ലേ. മാമൻ പോലും അറിയില്ല, ഒരു സൈഡിൽ നിന്ന് ചിലൽ ഇങ്ങനെ കയറും. എന്റെ ബാല, ചിതലരിച്ച് നാനാവിധമായാലും ഞാൻ ഇതിൽ തൊടൂല്ല. ആക്ക് ഉപയോഗപ്പെടരുത്. അല്ല മാമ, തുടരുന്നതിന് മുമ്പേ ഇത് പൊളിയും. തൽക്കാലം ഈ വസ്തുവിൽ ഒന്നും ചെയ്യാൻ ഉദ്ദേശമില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശ്രീകുട്ടൻ വരണം. ഇത്രയും നേരം എന്ത് മാമി ഒന്നും മിണ്ടാത്തത് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ശ്രീകുട്ടൻ വരട്ടെ, ശ്രീകുട്ടൻ വന്ന് എല്ലാം കഴിഞ്ഞിട്ട് എഴുതി തന്നാ മതി കേട്ടാ. മക്കളെ, അമ്മ ഇവിടെ? അമ്മ എത്തുണ്ടല്ലോ. മക്കള് അപ്പൂപ്പൻ അമ്മക്ക് ഡാൻസ് കളിച്ച് കാണിച്ചോട് കേട്ടാ. പണ്ട് ഇവിടെ കഥകളിയൊക്കെ ഉണ്ടായിരുന്നാണ്, ഇവര് കുത്തിയിരുന്ന് കാണും നേരെ വിളിക്കുന്നവരെ. വേറെ പണിയൊന്നും കളിച്ച് കാണിച്ചോട്, എന്നിട്ട് കളിക്കും. ഇവിടെ നിൽക്കണ നേരെ നോക്കി കൊതിയൂറിക്കോട്ട് നില്ല്. എവിടെ തരാന്ന് പറഞ്ഞ 80 സെന്റ് എവിടെ ചാലിന്റെ കരയിലുള്ള എവിടെ ഉണ്ടാ? കാണൂല, അവൻ കഷത്തിടിക്കൊണ്ട് പോയിട്ടുണ്ട് ഗൾഫിൽ. മനസ്സാമത്തോണ്ട് ഇവിടെ നിൽക്കാൻ സമ്മതിക്കൂലേ? അവിടെ നിങ്ങോട്ട് പോരാ ഉത്സാഹം കാണിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ ഇവിടെ നിന്ന് എന്തെങ്കിലും മുതലെടുക്കാനുള്ള പുറപ്പാടിലായിരിക്കും. മുതലെടുക്കാനാ? പതുക്കെ പറഞ്ഞാൽ മതി. ഇവിടെ ആര് മുതലെടുത്ത്? നീലടി ഇവിടുത്തെ കൃഷിയുടെ ആദായമൊക്കെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണ? എനിക്കെന്താന്ന് ഇവിടെ നിങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല ഇവിടുന്ന്? പങ്ക് പറ്റിയ എവിടെ? ഒന്നും. വല്ല ഇലക്ട്രോണിക് സാധനം വാങ്ങിക്കാൻ തരുന്ന നക്കാ പിച്ച എടുത്തങ്ങ് നീട്ടും. അതിനാണ് ഞാൻ പങ്ക് പറ്റണത്. എടി, നിന്റെ അമ്മയ്ക്ക് ഇത്ര ആർത്തി എന്തെങ്കിലും ചാവും കൊണ്ടുപോകരുത്. നിങ്ങൾ ചാവുമ്പോൾ കൊണ്ടുപോകോ? ഞാൻ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ അവിടെ നെയ്യാറ്റിക്കര ഉള്ളത് കൊണ്ടുപോയാൽ മതി. ഇവിടത്തെ എൻ്റെ അമ്മ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. പറഞ്ഞ് നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് ഓർമ്മ വേണം. നിങ്ങൾ ഈ പറഞ്ഞ അച്ഛനെങ്ങാനും കേട്ടു എന്ന് അറിയാല എന്താ സംഭവിക്കുന്നത്? എന്തോ സംഭവിക്കുക? അങ്ങനെ പിടിച്ച് വിഴുങ്ങി കളയും. നിന്റെ അമ്മ ഒറ്റയർത്തിയാണ് ഞാൻ മൂപ്പിക്കണത്. എന്റെ ടെമ്പർ തെറ്റിയുണ്ടല്ലോ. എനിക്കറിയാം. അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് അവിടെ ചെന്ന് പറ. അല്ലേ വേണ്ട, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറയാം. എന്തിന് ഞാൻ ഒരു ഇതായിട്ട് പറഞ്ഞപ്പോൾ നീ പറഞ്ഞു അവിടെ കൊളുത്തി കൊടുക്കും. നീ എന്തിന് അങ്ങനെ എൻ്റെ അടുത്തുള്ള ദേഷ്യം ഇരട്ടിക്കാനാ? അത് എവിടെ പണത് നീ? ഒരു കാര്യം ഞാൻ പറയാം, ചെന്ന് വല്ലതും പറഞ്ഞു ഇന്ന് ഞാൻ ഈ വീട്ടിൽ നടന്നു, പിന്നെ അതുമുണ്ടാക്കിയിട്ട് ഇറങ്ങും. നീ ഇത് പറഞ്ഞോട്, അറിഞ്ഞോടേ, നിനക്ക് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പോ തമ്പിളെ, എനിക്കൊരു പ്രശ്നമല്ല. അച്ഛൻ ഒറ്റ എവിടെ പോണു? അച്ഛനെ കാണാൻ. അച്ഛനെ കാണാൻ. കൊച്ചനെ കാണാൻ പോണ്ട. എന്തിന് പോണെന്തിന്? എനിക്ക് എന്റെ അച്ഛനെ കണ്ടൂടെ? എന്റെ അച്ഛനോട് പേടിയാ. എവിടെ ഇരിക്കും എന്റെ അച്ഛൻ? ഇന്റെ അച്ഛൻ ആര്? ഏതച്ഛൻ? വിളി
അച്ഛൻ റോഡിൽ പോയി സാധനം വാങ്ങിക്കാൻ പോയി. അതുകൊണ്ടാണ് വെക്കണത്. സാരില്ല, അച്ഛൻ ഇങ്ങോട്ട് വരുമല്ലോ. വന്നാൽ നീ പറഞ്ഞു കൊടുക്കും. ആവശ്യമില്ല കാര്യമൊന്നും പറഞ്ഞില്ലേ, എൻ്റെ സ്വഭാവം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളെ സ്വഭാവം എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങേണ്ടിയും വരും. ആ കളവി അവിടെ ഇരിക്കുന്നു, ഫ്രണ്ട് ഇരിക്കുന്നു. നിങ്ങൾ അവിടെ ഏറ്റുങ്കരയിൽ ഈ മാ വന്ന് മുറിയും, പടപടാ കത്തും. അടുത്തങ്ങനെ മുറിക്കട്ടെ വരും. അവിടെ ഒന്നുമില്ല മരങ്ങളൊന്നും മുറിക്കാൻ. ഇവിടെ വരുമ്പോൾ മാത്രമല്ലല്ലോ മുറിയെന്ന്. അല്ല ഇവിടെ തന്നെ വേണം. ആടാ പറയാ. എടാ ഇല്ല, ഞാൻ എൻ്റെ ഫോണൊക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ നിന്റെ കോള് കണ്ടു, അതാ തിരിച്ചു വിളിച്ചേ. ഇല്ലടാ, ഇവിടെ അപ്പൂപ്പൻ്റെ വീട്ടിൽ വന്നപ്പോഴേ മൈൻഡൊക്കെ മൊത്തത്തിൽ മാറി. ഇവിടെ ഒറ്റയ്ക്ക് തൊടിയിലിരിക്കും എന്ത് രസമാണെന്നറിയോ? കൊളക്കരയിലൊക്കെ ഭയങ്കര ഫീലാണ്. മിക്കവാറും ഞാൻ നമ്മുടെ മാഗസീന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതും. ആ കവിതയോ കഥയോ വല്ലതൊക്കെ. ഹലോ, ആ ഞാൻ ലക്ഷ്മിയുടെ ചേട്ടനാ വിഷ്ണു. ഇവളിപ്പോ പറഞ്ഞൊക്കെ പച്ച നുണയാണ്. ഇവള് ഇത്ര നേരം വീട്ടിനകത്തിരുന്ന് പോയിട്ടേ ഇല്ല, ഫുൾ ടൈം ചാറ്റിങ്. ആ ഇവള് കള്ളം മാത്രമേ പറയത്തുള്ളൂ, ഒന്നും വിശ്വസിക്കരുത് കേട്ടാ. ആ എന്നാ പിടിച്ചോ. ഹലോ എടാ, ചുമ്മാ പറഞ്ഞാണ്. എടാ ഫോൺ വെച്ചിട്ട് പോയടാ, നീ മേലെ വിളിക്കാൻ നിന്നിട്ടല്ലോ. ഡാ, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് നീ സംസാരിക്കാൻ നിക്കണ്ട, കേട്ടല്ലോ? എന്തേടി പോടി ഇപ്പൊ വല്ല പാടത്തെ പോയി ഇറങ്ങിക്ക്, വല്ല കാറ്റും കിട്ടത്. ഇങ്ങനെ പുളു അടിച്ച് നടക്കുന്ന നാണമില്ലല്ലോ. പടി ഇനി നീ ഫോൺ വിളിച്ചോണ്ട് വാട്ടാ, ഞാൻ ശരിയാക്കി തരാം നിന്നെ. എടി നീ പ്രകൃതി രമണീയമായ സ്ഥലം കാണുമ്പോ കവിതയൊക്കെ എഴുതാൻ നീ ആര്? മാധവിക്കുട്ടിയാ? അവളുടെ പോടി. ആരും എണീറ്റ് പോ. അയ്യോ, ആരെടുത്ത് ചാടല്, വെള്ളത്തിൽ ചാടല്, നിറയെ പാല് കൊണ്ട് ചടക്കി വീഴും. ആദ്യം ഞാൻ ചാടും. സൂചിച്ചറാണോ? അച്ഛാ വെള്ളത്തിന് തണുപ്പുണ്ടോ? അയ്യോ ഒട്ടും തണുപ്പില്ല. നീ വാടാ, നിന്നെ മുടി അങ്ങോട്ട് പോവല്ലേ ഇത്? എല്ലാവർക്കറിയോ വെള്ളത്തിൽ നിന്ന് വാഴ അടിക്കാൻ ഇറങ്ങി വാഴ കുട്ടം പോലെ മോളെ. വിളി എങ്ങനെ മുണ്ടുപോയി. പരി പിടിക്കേ. ആ ബാസിയെ പറയടാ. ഞാൻ ഇവിടെ ഇല്ലടാ, ഞാൻ ഇങ്ങ് പടവലത്ത് പോന്നു. ഓ നീ നിന്റെ വീട്ടിലൊന്നും പോയില്ലേ? അന്ന് പോത്ത് ഞാൻ ഇവിടെ 4-5 ദിവസമൊക്കെ കാണൂടെ, അടിച്ച് പൊളിച്ചിട്ടൊക്കെ വരുള്ളൂ. എന്തേ ഭാര്യ വീട്ടിൽ പരമസുഖം. ആ 10 നാൾ കഴിഞ്ഞാൽ 10 നാൾ കഴിഞ്ഞാൽ എന്താ പട്ടിക്ക് സമൂഹം?
പടം ആ ആ ഇവരെല്ലാരെയും വിളിച്ചോണ്ട് അങ്ങോട്ട് വരാൻ എന്തിന്? ആ നീ പറയണതിൽ കാര്യമുണ്ട്. പക്ഷെ അമ്മായി അമ്മ അമ്പിലും വിലിനും അടുക്കൂലൂടെ. ഒരു പ്രത്യേക ടൈപ്പാണ്. നോക്കട്ട്, പറഞ്ഞു നോക്കാം. ശരിടാ, വിളിക്കാം. ഓ ഓ ഓക്കേടാ. ഓ ശരി ശരി. ആരാ ഫോണില്? എൻ്റെ ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? എൻ്റെ ഫ്രണ്ടാന്ന് പറയില്ലേ? അല്ല, ഏത് ഫ്രണ്ട്? ബാസിയല്ലേ? അറിയാമെങ്കിൽ പിന്നെ ചോദിച്ചെന്തിന്? എന്തിനാണ് വിളിച്ചേ? അവൻ പറയണതിൽ കാര്യമുണ്ട്. പക്ഷെ ആ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നോട് പറയണ്ട, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല അത് കേൾക്കണമെന്നിട്ട്. കഷ്ട. എന്ത് ഇതെന്തോ നേടിയത്? വലിയ കൃഷിക്കാരുള്ള വീടാണ്. കിടക്കണ കിടപ്പ് കണ്ട, കാട് പിടിച്ച് അല്ല പാമ്പൊക്കെ കയറും വരും. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ? ആരിക്കണല്ലേ നാഥനില്ല കളരി പോലെ ആയി. എന്തിനാ അവനെ വിളിക്കണേ? അത് ഞാൻ വരട്ടെ, ഞാൻ പറയാം. മക്കളാ എടാ മമ്മട്ടി എടുത്തോണ്ടോടാ. തൂമ്പ തൂമ്പ. ആ പോണ് എടീ ബാലുവിനെ പറച്ചിലില്ല, പ്രവൃത്തിയേ ഉള്ളൂ. ഡേ പഴകഞ്ഞി ഉണ്ടാ. എന്തിനാ പഴകഞ്ഞി? എന്തിന്? കുടിക്കായി. കുറച്ച് തൈര് എടുത്ത് കാന്താരി മുളക് ഇട്ട് വച്ചര. ഡാവർ ഡാവർ. മക്കളെ വാടാ. എടാ ഇതൊക്കെ വൃത്തിയാക്കണ്ടേടാ. അച്ഛല്ലാതെ പിന്നെ ഇവിടെ ആരിയിരിക്കുന്നത്? രാവിലെ എന്തിനാ പുറപ്പാടും എന്തോ. കിണിങ്ങനെ സൗണ്ട് കേൾക്കണ്. അല്ല നിധി വല്ലതും കുഴിച്ചിട്ടേ കുട്ടമ്പള കുഴിച്ചിട്ടിട്ടുണ്ട് മരുമോന് കൊടുക്കാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് വേറെ എന്തിനു നിധി? ഇതാ നിക്കല്ലേ നിധി. നിധിയല്ല ഇത്, പാടി കിടന്നു. നിധി എടുത്ത് കഴിയുമ്പോ കിട്ടണ അവശിഷ്ടം. ബാല, നീ എന്തോന്ന് അവിടെ കാണിക്കുന്നേ? മാമ ഒന്നും പറയണ്ട. ഇത് മൊത്തം വൃത്തിയായിട്ട് വെടുപ്പാക്കാതെ എനിക്കിനി വിശ്രമമില്ല. നീ എന്തോ അവിടെ കാണിക്കുന്നേ? എടാ എടാ അതൊക്കെ ഞാൻ ചെയ്തോളാടാ. ആ മാമൻ ചെയ്ത കണ്ടല്ലോ ഇവിടെ കാട് പിടിച്ച് കിടക്കണത്. മാമൻ ഒരു കാര്യം ചെയ്യും. ഇനി മാമനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാമ അവിടെ പോയത് വിശ്രമിക്കും. ഞാൻ വെട്ടിയിട്ട് വരാം. എന്നാ വിട്ട്. എടാ എടാ ഇതിനൊക്കെ ഒരു വശമുണ്ട്. എടാ ഇങ്ങനെ വെട്ടിയാ നീ തളർന്നു പോകും. മാമ മൺവെട്ടിയും ഒരുപാട് പറമ്പുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നെന്ന് മാമൻ അറിയാല്ലേ. ബാലി പെട്ടെന്ന് തളരൂല. ആരും തളർത്താനും നോക്കണ്ട. ഇതിങ്ങനെ തടം എടുത്തിട്ട് വാഴക്കായി വയ്ക്കണം. വാഴ വെച്ചിട്ടില്ല മാമ. ഈ കൂന ചേനയ്ക്കാ ചേമ്പിനാ വാഴയ്ക്കാം മാമ ഈ കൂന അവിടെ വെക്കണേ. എടാ ആദ്യം ഇതെല്ലാം വെട്ടി തെളിച്ചിട്ടാ അതൊക്കെ വെക്കുന്നത്. നീലു കുറച്ച് വെള്ളം എടുത്തോണ്ടോ. പറഞ്ഞില്ലേ എടുത്തോണ്ട് പാടി കുട്ടാൻ. ശ്രീകുട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നോ. അവളെ നീ ഒരു കൂടെ വെള്ളം എടുത്തോണ്ട് കൊടുക്ക്. എന്തിനാച്ചാ? അവന്റെ തലവഴി ഒഴിക്കാൻ ഒന്ന് തണുക്കട്ടെ. ഇതാ എന്ത് പറ്റി? എന്തുപറ്റിടാ? കണ്ണില് പൊടി വീഴും. പൊടി വേണം. ഇല്ല മാമ പിടി നോക്കട്ടെ. മാമ പിടി. ഇല്ല ഞാൻ പോയി പഴം കഞ്ഞി കുടിച്ചിട്ട് പഴം കളച്ചോണ്ടില്ലേ. പണിക്കാര് പണിയും കഴിഞ്ഞ് എത്തിയ പണിക്കാരൊക്കെയുള്ള ഭക്ഷണമൊക്കെ പിന്നാമ്പറത്താണ്. അങ്ങോട്ട് പോവാം. ഇല്ലടി പിന്നാമ്പറത്ത് പോകണ്ട. ഞാൻ പുറത്തൊരു കുഴി കുത്തി ഇലയിട്ടിരിക്കുക. അവിടെ കൊണ്ടുവന്നാൽ മതി. അതാണ് ശീലം. അങ്ങനെ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. അതെ കാടൊക്കെ വെട്ടി തെളിച്ച് കഴിഞ്ഞാ ഇവിടെ 2-3 ദിവസം ഉണ്ടല്ലേ വെട്ടി തെളിക്കാം. മൊത്തം കഴിഞ്ഞിട്ട് വേണം പോവാനേട്ടാ. അച്ഛന് ഈ പാതിക്കിട്ട് പോകണമെന്ന് ഇഷ്ടമൊന്നുമല്ല. എന്നൊരു കാര്യം ചെയ്യ്. അച്ഛൻ്റെ അടുത്ത് പറ ആ പാതി പണിയും കൂടെ ചെയ്ത് തീർക്കാൻ. ഓ നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അച്ഛനൊരു കാര്യം ചെയ്താൽ ചെയ്തു തന്നെയാ. അയ്യോ എനിക്കത് അറിയാമേ. മാമ ആര് മാമി ആര് ഞാൻ ആര്. മാമി എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. മാമിയും മാമനും കൂടെ നമ്മളവിടെ കുറച്ച് ദിവസം വന്ന് നിൽക്കണം. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? അയ്യോ ഇങ്ങനെ തോന്നിയല്ല, പണ്ടേ തോന്നി എനിക്ക്. ഇപ്പൊ ഒന്നാമത് ശ്രീകുട്ട ഇവിടെ ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരുന്നാലേ മനസ്സൊക്കെ മോനടിച്ചു പോകും. അവിടെ വന്ന് സന്തോഷമായിട്ട് കുറച്ച് ദിവസം നിൽക്കാം അല്ലേടാ. മാമൻ വന്നു, മാമനോട് പറ. എന്താടാ? ഇല്ല ഞാൻ പറയായിരുന്നു മാമനും മാമിയും കൂടെ കുറച്ച് ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് നിൽക്കാൻ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കായി പോയാൽ നിന്ന് കുറ്റി അടിച്ചു പോകും മാമ. അതെങ്ങനെയാടാ ശരിയാവുന്നേ? ഈ കണ്ട കൃഷിയൊക്കെ ആര് നോക്കി നടത്തൂടാ? എന്നോട് പണിക്കാരില്ലേ? ഓ പണിക്കാരുടെ കാര്യം പറയാതിരിക്കുന്ന അഭേദം. കൂടെ ആളുണ്ടായിട്ട് തന്നെ ഈ പാട്. പണിക്കാരെ പോലും പിടിക്കണില്ല. അല്ലാതെ മാമി വന്ന് അവിടെ നിൽക്കണം. അവിടെ വരുമ്പോ മാമിയുടെ മുട്ടുവേനൊക്കെ പോവും, പമ്പ കിടക്കും. നീ പറ നീരു അവിടെ നിൽക്കാന്ന്. അമ്മേ വാ അമ്മേ, കുറച്ച് ദിവസം വന്ന് നിന്നിട്ട് പോവും. ഓ അവൾ അങ്ങ് പറഞ്ഞു നിർത്തി.
എനിക്കറിയാം ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുന്നൊന്നും നിനക്ക് അത്ര ഇഷ്ടമല്ല. അമ്മേ മാമി അവളല്ലല്ലോ വിളിച്ചത്, മാമിയെ ഞാനല്ലേ വിളിച്ചത്. മാമി വാ, നമുക്ക് അവിടെ ഒന്ന് കുറച്ച് ദിവസമൊക്കെ സന്തോഷമായിട്ട് ഇരിക്കാം. മാമ പറ മാമ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഇവിടുത്തെ പറമ്പൊക്കെ ഞാൻ നോക്കിക്കോളാം. സംഗതിയൊക്കെ ഓക്കെ, കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ നടക്കൂല മക്കളെ. മാമി, ഇതാണ് ഞാൻ ഇവിടെ ആരുമായിട്ട് സഹകരിക്കാത്തത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും ഇവിടെ സാധിച്ചു തരാൻ പറ്റൂല. അവിടെ ആര് പറഞ്ഞു നടക്കില്ലെന്ന്? നീ ആഗ്രഹിക്കുന്ന പോലല്ലേ എല്ലാം നടക്കുന്നത്. അതാ നിന്റെ ജീവിതം ഇങ്ങനെ ആയത്. മാമ, നമുക്ക് ഈ മാമി വെച്ചൊരു പടം എടുക്കാം. നീ കാശ് മുടക്കൂ. മാമ മുടക്കിയാൽ മതി, പേരൊക്കെ ഉണ്ട്. ഇതോടാ ഉള്ളും മോനെ. മാമ വാ, നമുക്ക് പോവാന്ന് വാ. അതെങ്ങനെയാടാ? ഇവിടെ നടക്കുന്ന കാര്യം വല്ലതും പറ. ഞാനാണെങ്കിൽ കുറെ കാലം നടക്കും, കിടക്കും. അച്ഛാ, ഈ കാറ് വെട്ടി തെളിച്ചില്ലെങ്കിൽ പണിയാവൂല്ലോ. ചെന്ന് വെട്ടി കളച്ചോട്, അച്ഛന് പണിയാവും. എടാ നടുവയ്യടാ, ഇവിടെ ആരോഗ്യം ഉള്ളപ്പോഴും ആർക്ക് വേണ്ട തന്നെ. എന്നാണ് ഇനി വെറുതെ എനിക്ക് എന്ത് സുഖമല്ലടാ. ആ ശരിയാ, നല്ല കാറ്റ്, ഏലക്കാറ്റാണ്. ഏലക്കാറ്റാ? എടാ അക്കരക്കരയെന്ന് വയലോരം വഴി ഇങ്ങനെ വരണ കാറ്റാണ് ഏലക്കാറ്റ്. ഓ, പണ്ടുള്ള കാരണന്മാര് മടിയന്മാരായാലും യാതൊരു അത്ഭുതവും ഇല്ല. എന്താ വെച്ചാ? മൃഷ്ടാന ഭോജനം, ഭോജനമാ? നല്ല തിണ്ണ, സുഖ കാറ്റ്, പിന്നെ ഉറക്കം വരെ വേറെ എന്തത് വേണം. അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പ്രത്യേക സുഖം തന്നെ. മാമാ എവിടെ പോടും? അവിടെ ഒരു കൊല വളഞ്ഞ് നടക്കുന്നു, വെട്ടിക്കൊണ്ടുവരാൻ. ഇങ്ങോട്ട് ഞാൻ വെട്ടി കൊണ്ടുവരാം. വേണം, ഞാൻ വെട്ടിക്കോളാം. മാമൻ കത്തി മാമാ. വേണ്ടടാ, ഞാൻ വെട്ടിക്കോളാം. അതിന് പോ, അവിടെ കുണ്ടും കുഴിയൊക്കെ കാണും. ചെന്ന് ഉരുണ്ടടിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമേ കാണുള്ളൂ. നോക്കാം. എടാ, എൻ്റെ പറമ്പിൽ എത്ര കുഴിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ പറമ്പ് എന്താണ് നമ്മളെ പറമ്പെന്ന് പറയല്ലേ? നീലു, മാമൻ്റെ അടുത്ത് കത്തി തരാൻ പറ. മാമ വെട്ടോ താമമാ, താമമാ, മാമന്റെ ഭാഗം വെക്കണോ? താമമാ അച്ഛാ കൊടുക്ക്, അല്ലെ സമാധാനം കിട്ടില്ല അത് വെട്ടിയില്ലെങ്കിൽ. എന്തോ നാടാ ഇത്. മാമൻ വീട് അങ്ങോട്ട്. മകളെ കാശു വാടാ. മാമ ആ തോർത്താ മാമ. കേശു സൂക്ഷിക്കണേ, തോരുന്നാട് നക്കിയതാ, നാക്കി. സൂക്ഷിക്കണം കേട്ടോ. അച്ഛാ, നമ്മളെ ശിവയെ വിളിച്ചില്ലല്ലോ. വിളി വിളി, ശിവ, ശിവ, പെട്ടെന്ന് വാടി. വാ. ഓ, കൈ തരിക്കണടാ. വാ. അയ്യോ. അയ്യാ, വലിയ കിണിച്ചക്കാര പുരയിടം നോക്കടാ, കാട് പിടിച്ച് കിടക്കണത്. എടാ ഇതൊക്കെ നോക്കി നടത്താൻ പറ്റില്ലെങ്കിൽ നമ്മളെ പേര് എഴുതി തരണം. അത് ചെയ്യില്ല നിന്റെ അപ്പൂപ്പൻ. അത് നെയ്യാറ്റിങ്കര മക്കളെ. നമ്മളെ പുരയിടെന്ന് പറഞ്ഞ ചോരട്ടുണ്ണ അത്ര നീറ്റാണ്. പിന്നെ ഇതൊക്കെ ചുമ്മാ കാണ്ട കാട് കാണ്ട താഴെ നിൽക്കണ ഒരു ജീവനില്ലാതെ. ഇത് വളയിട്ട് കൊടുക്കണോടാ സമയത്ത്. ഇതാരും ഇവിടെ കേക്കായി. എവിടെയാടാ നിന്റെ അപ്പൂപ്പൻ പറഞ്ഞ കൊല? ഏതോ ചള്ളു കൊലയായിരിക്കും കേട്ടാ. പറഞ്ഞത് വലിയ കൊലയെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്നും കാണാനില്ല. കൊള്ളാല്ലേടേ? ഇത് ചേന. പടവലോ ഇല്ലേടാ ഇവിടെ? അതിരിക്കാം പടവലം. വിളിക്കട്ടാ പടവലോ. മക്കളെ വാ. ഇത് ഇനി അവിടെ എവിടെ ഏതാ മൂല നീപ്പുണ്ട് ഒരു ചള്ളു കൊല. അതിനാണ് പറഞ്ഞത് കൊല വെട്ടാൻ പോണ്. വാ. ഇതാണ് കൊല. അച്ഛൻ പറഞ്ഞ ചള്ളു കൊല. എൻ്റെ പൊന്നു മക്കളെ, ഇതൊക്കെ നെയ്യാറ്റിക്ക് നമ്മൾ പശുവിന് വെട്ടിട്ട് കൊടുക്കും. നിന്റെ അപ്പൂവൻ പറഞ്ഞ കേട്ടപ്പം കൊലച്ച് കൂമ്പ് തറയെ തുടർന്ന് മാറ്. ആദ്യം കൂമ്പിന് വെട്ടി വരാം. എടാ നമ്മളെ സ്റ്റൈലാണിത്. ഇത് തൊര വയ്യാൻ കൊള്ളാം കേട്ടോ. എന്നാ ഡേയ് വെട്ടിയിടും, വരുമ്പോ താങ്ങിക്കോണം. എന്നോട് മാത്രമായിട്ടൊന്നും പറ്റുന്നില്ല. അച്ഛനോട് താങ്ങണേ. എടി നീ മാറിയിരുന്നോ? ആദ്യം ഇവിടെ വെട്ടാവും. അല്ല, അപ്പൊ ഇത് വരുമ്പോ ആ വാഴയും വീഴില്ലേ? മക്കളെ പിടിച്ചോണാടാ. മാറ്. നീ താഴ്ന്നു വരുമ്പോ പിടിച്ചോണം.
ഞാനും കൂടി സഹായിച്ചാണെങ്കിൽ ഈ പ്രശ്നം ഇല്ലായിരുന്നല്ലേ. പോക്കടാ. നില്ല്, 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 നില്ല്. നില്ല്, 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 നില്ല്. അയ്യോ. വീഴാ. അമ്മ അടം പറയല് വീഴുന്നത് കേട്ടാ. ഞാനും കൂടി പിടിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇല്ലായിരുന്നു. എന്നിട്ട് വേണം നിന്റെ സമാധാനം ഞങ്ങൾ അമ്മയെടുത്ത് പറയാൻ. സൂക്ഷിച്ച് വെച്ചിട്ടാ. കണ്ടാ, ആർക്കും വേണ്ടാത്ത കൊല നമ്മളെ വീട്ടിൽ കൊണ്ടുവരും. നല്ല നല്ല വലിപ്പമൊക്കെയുള്ള കൊല ഇവിടെ വിൽക്കും, അല്ലെങ്കിൽ ഒരു പഴിപ്പിച്ച് തിന്നും. പോച്ചാ, അല്ലെങ്കിൽ അച്ഛനെ കുറച്ച് കുറ്റം കുറച്ചിട്ട് കൂടുതലാ. കുറ്റം പറഞ്ഞില്ലേ നാക്ക് എന്തോ ഇടയ്ക്കും, അല്ലെങ്കിൽ വല്ലാതെ വരും. വാ, തറ വീഴുന്നാലേ, തറ വീഴുന്ന കാ തല്ലിപ്പോ നമ്മൾ കളഞ്ഞല്ലോ. ഈ കണ്ട വസ്തുവകളൊക്കെ കളഞ്ഞിട്ട് ഇവന് ഗൾഫിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? എൻ്റെ അമ്മ അവൻ സ്ഥിരമായിട്ടൊന്നും നിൽക്കാൻ പോയൊന്നുമല്ല. അവൻ അവിടുത്തെ കൃഷി രീതികളൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരും. ആ അധികം നിൽക്കാതെങ്കി വന്നാൽ കൊള്ളാം. ഞങ്ങൾ രണ്ടാളും വയസ്സായിരിക്കുകയാണെന്ന് വിചാരം അവൻ ഉണ്ടായാൽ മാത്രം മതി. അപ്പൂപ്പാ കണ്ട കൊല ഒറ്റ വെട്ട്, വാഴ 2 തുണ്ട്. എടാ, എടാ, നീ ഇത് ഏത് കൊലയാടാ വെട്ടി? ഈ കൊല എടാ നിന്നോട് കിഴക്കേ അറ്റത്ത് നിൽക്കുന്ന കൊല വെട്ടാനല്ലേ ഞാൻ പറഞ്ഞേ? നീ ഇതേതാ വെട്ടിക്കൊണ്ടിരിക്കുന്നേ? കിഴക്ക് എവിടെ അമ്മ? കിഴക്കം. എടാ എടാ ഇത് വിളയാത്ത കൊലയല്ലയോ? എടാ ഇത് അടുത്ത മാസം വെട്ടാനിരുന്നതാ. എടാ നിന്നോട് നിന്നോട് മലയാളത്തിലടാ പറഞ്ഞത്, ഞാൻ പോയി വെട്ടിക്കൊള്ളാമെന്ന്. അപ്പൊ ഇത് നമുക്ക് പഴിപ്പിക്കാൻ പറ്റൂലേ? എടാ ഒന്ന് പോടാ അവിടുന്ന്. അറിയാൻ വയ്യാത്ത കാര്യം ചെയ്യാൻ പോയാൽ അതാ എങ്ങനെ ഇരിക്കും. അതിന് മാമൻ കിടന്ന് ചാടണതിന് നമുക്കൊന്ന് ഒരു കാര്യം ചെയ്യാം, ഒന്ന് തോര വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് മെഴുക്ക് വരട്ടാ. ആ ഇനിയിപ്പോ അതിനൊക്കെ കൊള്ളു. മാമ, ഞാനേ ആ കിഴക്ക് സൈഡിൽ ഇങ്ങനെ കൊലയും കൂടെ വെട്ടിക്കൊണ്ട് വരട്ടാ. എടാ ഇത് ആ പറമ്പിലോട്ട് തന്നെ ഇറങ്ങിയുണ്ടല്ലോ, നിന്റെ കാര്യം തന്നെ കേട്ടോ. ആ വെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. എന്തിനും ഏതിനും അവനക്ക് വെപ്രാളവാ. അവൻ്റെ ഒരു കാര്യം എന്താടാ തോർത്ത് ഏത് വരുമോക്കിയോ കൊണ്ടുവന്നോ. ചിലരെന്ത് ഉപകാരം ചെയ്താലും അത് ഉപദ്രവമായി മാറും. ജന്മദോഷം അല്ല എന്താ? അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു. ഓ ഉണ്ടായിരുന്നു. സമാധാനായ അച്ഛൻ്റെ വാരിക്കണ കേട്ടപ്പോ സമാധാനായ? ചമാനായാലും അങ്ങനെ എന്തോ എൻ്റെ കുഴപ്പമടി. അങ്ങനെ മരുമോ അല്ലടി ഞാൻ. ആ ബഹുമാനം അങ്ങനെ തരത്തുണ്ട്. ഒരുമാതിരി ഇല്ലാ പിള്ള പറയുമ്പോൾ അങ്ങനെ കാല് വെട്ടി കൈ കെട്ടും, ഇങ്ങനെ വെട്ടാഞ്ഞ് വരട്ടെ. ഇല്ലാവളായിട്ട് അച്ഛൻ കാണുള്ളൂ. പണ്ട് നിങ്ങളൊരു നിക്കറൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വല്യച്ഛൻ്റെ ഒപ്പം ഇവിടെ വന്നില്ലായിരുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ? ആ 10ാം ക്ലാസ്സുകാരായിട്ട് അച്ഛൻ ഇപ്പോഴും കാണുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നിക്കറിട്ടോണ്ട് വരാം. ഓ അതിപ്പോ ഇടണമെന്നില്ല, ഇപ്പോഴും അതേപോലെയൊക്കെ തന്നെ. മക്കളെ നമുക്കേ ആ കിഴക്കോശത്തിരിക്കുന്ന കൊല വെട്ടിക്കൊണ്ടുവരാം. ഒരു കാലൊടിഞ്ഞിട്ട് ശരിയായി വരണല്ലേ ഉള്ളൂ. അപ്പൂപ്പൻ പറഞ്ഞതാ, ഞാനൊന്നുമില്ല പണിക്ക്. നമ്മളെ വിട്ടേക്കേ. കൊല എടുത്ത് തോരൻ വെക്ക്. ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമാണ്. ആ കിളവി പറഞ്ഞത് ശരിയാണ്, ജന്മദോഷം. അങ്ങനെ പറഞ്ഞിട്ട് പോയണ്ട. എനിക്ക് ഒപ്രാളാന്ന്, ഒപ്രാള മൂത്തേനെ ഒന്നും തിരിഞ്ഞു പിരിഞ്ഞ് നോക്കാതെ നിങ്ങളെ മോളെ ഞാൻ കെട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ കുത്തുവാളെടുത്തത്. അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണിട്ട് അയച്ചിട്ടായിട്ട് ചോദിച്ചില്ല പടവലം കുട്ടപ്പിള. ഇതൊക്കെ എന്ന് ഞാൻ മൂത്തേക്ക് പറയും. അല്ല ഇരിക്കണ എളുപ്പം വിചാരിച്ചു ആള് കംപ്ലീറ്റ് ഔട്ട് ആയിണ്ടാവുന്ന്. അതുകൊണ്ട് തട്ടോക്കിയേ. ഇങ്ങനെയാണ് തട്ടണേ? എനിക്ക് നല്ല വേദനിച്ചിട്ടാ. കൊണ്ടില്ല. എന്തൊരു ശല്യം ഇത്. നീ പിള്ളേരെ പുറത്തു പോയി കളിക്ക, ഇല്ലെങ്കിൽ നല്ല അടി തരും കേട്ടോ. ബഹളം വെച്ചേക്കുന്ന എല്ലാം കൂടെ പിള്ളേരെ വളർത്തി കളഞ്ഞു. ആരെ? അമ്മായിയുടെ മോള്. നിനക്കത് പങ്കില്ലായിരിക്കും. എല്ലാത്തിനും അമ്മായിയുടെ മോള്. അച്ഛാ, അടുത്ത പ്രാവശ്യം ഉത്സവം വയ്ക്കുമ്പോഴേ നമുക്ക് ഇവിടെ ഒരു 3 ദിവസം വന്നിക്കണം. അച്ഛൻ്റെ മനസ്സിൽ തോന്നി. അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞു 2 ദിവസം വന്നിക്കാന്ന്. അല്ല ഈ അമ്പലം പുതുക്കി പണിയാൻ പോണെന്ന് കുട്ടുമാമൻ പറയണ കേട്ടല്ലോ. ആര് പറഞ്ഞു? കുട്ടുമാമൻ. അവന് ഭ്രാന്ത്. അമ്പലം പുതുക്കി പണിയാൻ പോണു. ഇത് പുതുക്കിയൊന്നും പണിയണ്ട. ഈ പഴമ എപ്പോഴും നിൽക്കണം. അതാണ് കാണാനും ഭംഗി, ഐശ്വര്യവും. അത് ശരിയാ. ആ അമ്മ, നമ്മുടെ കുടുംബക്ഷേത്രത്തിന് എത്ര വർഷം പഴക്കമുണ്ട്? 100 നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. പണ്ട് അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ കാലത്ത് മന്ത്രമൂർത്തിയായ ഒരു കാരണവരുണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രതിഷ്ഠിച്ചത് ഇവിടെ. അദ്ദേഹം ഒരിക്കലും രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടു ഇത്രേ. എവിടെ നിർത്തിയത്? പറഞ്ഞോളൂ.
ഇവിടുത്തെ പുഴയുണ്ടല്ലോ, ആ പുഴത്തിലൊരു വലിയ കയമുണ്ട്. കയത്തിൽ ചെളിക്കകത്ത് ഈ വിഗ്രഹം പൂണ്ട് കിടക്കായിരുന്നു. ആ രാത്രി തന്നെ അദ്ദേഹം അതിനകത്ത് ഇറങ്ങി ആ വിഗ്രഹം എടുത്ത്. അമ്മ രാത്രി പുഴക്കകത്ത് ഇറങ്ങി പുഴക്കകത്ത് ഇറങ്ങി വിഗ്രഹം എത്തുന്നു. ഇതിന് വല്ല സത്യമുണ്ടോ? പിന്നെ അദ്ദേഹം വലിയ സിദ്ധനല്ലേ? പിന്നെ വലിയ സിദ്ധനാണ്. മക്കളെ ഇത് പകുതിയും കെട്ടുകഥകളാണ്. ഞങ്ങൾ പറയണൊക്കെ കെട്ടുകഥ. നിങ്ങൾ അവിടെ നെയ്യാറ്റിങ്ങനെ പറയണൊക്കെ എല്ലാം വാസ്തവമാണല്ലോ. എടി എന്റെ കുടുംബം എന്ന് വെച്ചാൽ സത്യസന്ധമായ കുടുംബമാണടി. ഈ പറയൽ വല്ല വാസ്തവം ഉണ്ടായിട്ടുണ്ടോ ശരിക്കും പറഞ്ഞ? അത് നിനക്ക് എന്റെ കുടുംബത്തിന് നേരെ അറിഞ്ഞൂടാത്തോണ്ടാണ്. നിനക്കറിയാം വേലത്തെ പേള ആരും നിനക്കറിയാം? അറിയാം. നിർത്തിക്കോ. തുടങ്ങിയ പിന്നെ അവസാനിക്കൂല വലിയ അത് അമ്മ അങ്ങനെയൊക്കെ തന്നെയാ, തുടങ്ങിയ പിന്നെ അവസാനിപ്പിക്കും. ഈ പറയുന്ന കണക്ക കൂട്ടുകാരെ വിളിച്ചിട്ട് കത്തി വെക്കണാക്കണം. ഇമ്മായിരുന്നോണ്ട് ആരും പറയില്ല. എന്റെ അമ്മ സംസാരിക്കാതെ കടന്നൂടാ. ക്ഷേത്ര നാടല്ലേ, പതുക്കെ സംസാരിക്കണം. അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ. എന്തോ അല്ല ഈ പറഞ്ഞതേ, അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ബാലുവിന് എല്ലാം നല്ല ഓർമ്മയുണ്ട്. നിൽക്കുന്ന സ്ഥലവും ദിശയും ഒക്കെ നല്ല വ്യക്തമാണ് ബാലുവിന്. പക്ഷെ അച്ഛാ, രാവിലെ കിഴക്കേ അറ്റത്ത് നിൽക്കുന്ന വാഴ മാത്രം തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. കഷ്ടം. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ നാക്കിൽ കാന്താരി മുളക് ഉടച്ച് തേച്ചേരും കേട്ടോ. ആ സമയം കൊണ്ട് അവന്റെ വായിൽ തേനും മഴ എല്ലാം തേച്ചു കൊടുക്കും. അങ്ങനെയെങ്കിലും അവന്റെ ഴാ കിട്ടട്ടെ. ബുക്ക് വായിക്കുന്നേ ഇല്ല, ബുക്ക് പഠിക്കണം. മാമാ മുറുക്കണാ? മുറുക്കാനൊക്കെ തീർന്നടാ. അയ്യോ എനിക്ക് മുറുക്കാനൊന്നും വേണ്ടേ, ഞാൻ മുറുക്കാനൊക്കെ നിർത്തി. എപ്പോഴും മുറുക്കിയാലേ ആയൊക്കെ അഴുവി പൊള്ളി നാശകോടാലിയാവും. ബാല, ഓ നീ ഇരിക്ക് പറയട്ടെ. എന്തോ ആമി? പറ മനുഷ്യ. നീ അങ്ങോട്ട് പറയടി. ഓ വായു മുറുക്കാനിട്ടോണ്ട് എങ്ങനെ പറയാനാ? പറയുന്നു. അല്ല അതെ, ആരെങ്കിലും ഒരാള് പറഞ്ഞെങ്കിൽ കേക്കായിരുന്നു. ബാല, ഓ ഞങ്ങള് ചില തീരുമാനങ്ങൾ എടുത്തു. തീരുമാനങ്ങൾ എടുത്തിട്ട് കുറേ ദിവസമായി. വസ്തുവാണ് വിഷയം. ആ ഒന്നും വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ തീരുമാനം എടുത്തത്. അങ്ങനെ ഒന്നും വച്ച് താമസിക്കാൻ പാടില്ല മാമ. നടക്കേണ്ട സമയത്ത് നടക്കണം. മാമന് മാമ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഏതാജ്ഞയും നമ്മൾ ശിരസ വഹിക്കും. അതെനിക്കറിയാം. ആ ശ്രീകുട്ടൻ പോകുന്നതിന് മുമ്പ് ആ തീരുമാനം എടുത്തത്. അതുകൊണ്ട് നീ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും അവൻ വരണം. ഈ പവർ ഓഫ് അറ്റോർണിയൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങോട്ട് ശരിയാവില്ലടാ. ഈ വസ്തുവകകളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഭാവം വയ്ക്കലും അവൻ വന്നിട്ട് പറയും. കണ്ടാ വരടാ. അവൻ എന്ന് വരും? 2016 അവൻ ഉടനെ അങ്ങ് വരുവടാ. വരും അല്ലേ? എനിക്ക് വരുമ്പോ എനിക്ക് അവനൊന്ന് വിശദമായിട്ടൊന്ന് കാണണം. അയ്യോ ബാല, എന്തോ എന്ത് നീ പറഞ്ഞ പോലെ കുറച്ച് ദിവസം ഞങ്ങൾ അവിടെ വന്ന് നിൽക്കാൻ തീരുമാനിച്ചു. നിനക്ക് സന്തോഷമായല്ലോ? എന്താടാ ഒരു സന്തോഷം ഇല്ലാത്ത പോലെ? എനിക്കെന്ത് സന്തോഷം ഇല്ലാത്തത്? മാമനും മാമിയും വരണം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പ്രത്യേകിച്ച് മാമി വരുമ്പോൾ. കൃഷിയില്ല മാമി? പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യും, കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ അങ്ങോട്ട് വാ, നമുക്കിവിടെ സന്തോഷമായിട്ട് കഴിയാല്ലേ. രാവിലെ മുതൽ ഒരു കാക്ക ഇരുന്ന് കരയുന്നുണ്ട്. ഇന്ന് ആരോ വിരുന്നുകാരുണ്ട്. പിള്ളേരെന്ത് ചെയ്യടി? ഒന്നിനും കാണുന്നില്ലല്ലോ. എല്ലാം കിടക്കുക, ഒന്നിനും എണീക്കാൻ വയ്യ. ഇന്നലെ വൈകുന്നേരം അമ്മാതിരി കളിയാണോ കളിച്ചത്? പോരാത്തേന് കുളത്തി കിടന്നുള്ള ചാട്ടവും മറിച്ചിലും. മാമോ എന്താടാ ഈ പച്ചക്കറിയെ പഴയതുപോലെ വലിയ വിളവൊന്നുമില്ല. നോട്ടക്കുറവ്. നോട്ടക്കുറവൊന്നും അല്ലടാ, അസാധ്യ മഴയല്ലായിരുന്നു. ഈ ഓണത്തിന് നല്ലൊരു വിളവെടുക്കണം. ഇങ്ങനെ ഇരുന്നാ നീ കുറെ വിളവ് എടുക്കും. നീലു, നമുക്കേ ഈ ഓണത്തിന് ഇവിടെ 2-3 ദിവസം നിൽക്കണം. അപ്പം നിങ്ങൾ രണ്ടിനും കൂടെ അവിടെ നിൽക്കണം വീട്ടില് കേട്ടോ. ഓ എനിക്ക് വയ്യ മോനെ, ഈ വയസ്സുകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേ. നാശിച്ച മുട്ടുവേന അല്ല മാമി? മാമി ഉച്ചയ്ക്ക് പുളിശ്ശേരി ഇല്ലേ? പുളിശ്ശേരി ഒന്നും ഇല്ല, പഴംകൂട്ടാൻ കൂട്ടി കഴിച്ചാൽ മതി. നീലു അതൊക്കെ മതി. അതൊക്കെ മതിയോ? അടുക്കളയിലേക്ക് വാടി,
അവള് വന്നിട്ട് 2-3 ദിവസമായി, ഇതുവരെ അടുക്കളയിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാത്തിനും ഞാൻ കിടന്ന് കഷ്ടപ്പെടണം. കണ്ടാച്ചാ പറയണേ, ഞാൻ അവിടെ എപ്പോഴും ജോലിയല്ലേ, ഇവിടെ വരുമ്പോഴല്ലേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ ആണെങ്കിലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കള കയറി വല്ലതും ചെയ്യുന്നോണ്ട് അവർക്ക് ഒരു ആശ്വാസം ഇല്ലെങ്കിലും. അല്ലെങ്കിൽ എന്നേ കിടന്നനെ മാമ എന്താ ഇതുപോലെയൊക്കെ ചെയ്യും. മാമ അടുക്കള കയറി മാമയ്ക്ക് സഹായിച്ചോട്. ഇവിടെ സംസാരിച്ചോണ്ട് നിന്നാ അങ്ങ് നിൽക്കും. എനിക്ക് അടുക്കള ജോലിയുണ്ട്, ഞാൻ പോണു. എല്ലാത്തിനും വെച്ച് വിളമ്പണ്ടേ. അമ്മ പുളിശ്ശേരി ഉണ്ടാക്കണേ. ഇങ്ങോട്ട് പാടി എണീറ്റ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അമ്മേ. അവള് കണ്ട്രാക്ക് വിടാതെ നിൽക്കുന്നു. പാടി പുളിശ്ശേരിയോ പിന്നെ വെണ്ടയ്ക്ക ഒഴുക്കോട്ട് കണ്ണി വാങ്ങണ്ടോ മാമ ഇവിടെ കൊണ്ടുപോപ്പോ. കുറച്ച് തീക്കട്ടെ വാലു. എനിക്ക് പാടി ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ പോണം. ഒന്നും ഒരു അനുസരണം ഇല്ലാതായി പോയിരുന്നു. പറഞ്ഞാലും കേൾക്കൂല. വളർത്തു ദോഷം അല്ല ഒന്നും അല്ല. പിള്ളേരെ വളർത്തി കളഞ്ഞ് പിള്ളേരും ഇതുപോലെ തന്നെ പറഞ്ഞാൽ കേൾക്കും. മാമ നമ്മളാ പൊട്ടൻകാവിൽ ഇപ്പം വിളക്ക് എത്തിക്കാറുണ്ടോ? ഇല്ലടാ. ആ പിന്നെ നീ പിള്ളേരൊന്നും അങ്ങോട്ട് വിട്ടേക്കരുത്. ഈയിടെയായിട്ട് അവിടെ പാമ്പിന്റെ ശല്യം കൂടുതലാ. 100 പാലും കൊടുക്കാത്തുണ്ട്. എല്ലാം കൊടുക്കണം. ഒരു നാഗരൂട്ട് നടത്തണം. വലിയ ചെലവായിരിക്കും അല്ലേ? പിന്നെ അയ്യോ മാമൻ തന്നെ നടത്തും. പിന്നെ നീ നടന്നാ പോവും. അല്ലെങ്കിൽ പിള്ളേരെന്താ കഴിക്കാത്തത് വരെ? എന്തിനാടാ കളിക്കാൻ? ആർക്ക്? അല്ല പിള്ളേർ 2 ദിവസം കൂടെ ഇവിടെ ഉള്ളു. അപ്പൊ കളിക്കട്ടെ, പിള്ളേരെ കളിക്കട്ടെ. അയ്യോ പോട്ടോ പോട്ടോ. അല്ല പുളിശ്ശേരി വല്ല ആയ നോക്കട്ടെ. അവിടെ പൈനാപ്പിൾ. എടാ പിള്ളേരെ അങ്ങോട്ട് പോകാൻ നോക്കിക്കോണം. എവിടെ? എടാ ആ കാവിലോട്ട്. ആ ഏരിയക്കടെ ഞാൻ മുട്ടാരി നല്ല ഓടിക്കാൻ. ഇപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആയാൻ. ഇവിടെ വന്ന് ഞാൻ വിട്ടുകൊടുത്തേക്കല്ലേ കളിക്കണമെന്ന്. ഒഴിച്ചു പോടേ. ഡേയ് കാവില് വന്ന പോരെ. എന്റെ അപ്പൂപ്പ അറിയല്ലേ. അങ്ങനെ അവസാനം എന്റെ മുമ്പായിട്ട് നിങ്ങൾ അടിക്കും. സൂക്ഷിച്ച് പോടാ. ഇന്ന് തണുപ്പല്ലേ ഇവിടെ? അങ്ങനെ അന്വേഷിക്കണം. അവിടെ കിടന്ന് വിളിക്കും. അച്ഛാ ഒരു കാരണവശാലും നമ്മൾ കാവി പോയ വീട്ടിൽ ലച്ചു ചേച്ചി അറിയിക്കാൻ പാടില്ല. ചേച്ചി അറിയിച്ചെന്നെ ചേച്ചി എല്ലായിടത്തും പറയും. അത് ഉറപ്പാ. നമുക്കേ ഈ വടക്ക് വശത്തൂടെ ആരും അറിയാം അകത്ത് ഇറങ്ങാം കേട്ടോ. ഓക്കേ അച്ഛാ. അച്ഛാ കുറച്ച് നമുക്ക് കുളിക്കാൻ പോയാലോ? പേടിച്ചു അല്ലേ അവിടുന്ന്. അച്ഛാ അതെ അവിടെ എന്തോ അനങ്ങണ പോലെ. എന്തോ അനങ്ങണ പോലെ. എവിടെ അനങ്ങണ്? ആലക്കടയില്. അവിടെ ഒന്നും അനങ്ങില്ല, തോന്നണായിരിക്കും. ശരിക്കും നമുക്ക് എല്ലാം അനങ്ങണ പോലെ. എന്തോ അനങ്ങണല്ലേ? അനങ്ങി വരെ പോയി ഓടിക്കോ. ആരാ? എന്താ മാമ? ബാലുചേട്ടൻ നീലു ചേച്ചി വിളിച്ചിട്ട് വന്നതാ. ചേച്ചി ഇല്ലേ? ഉണ്ട്. നിങ്ങളാരാ? ഞാന് നീലിമയുടെ അച്ഛൻ, പടവലം കുട്ടൻപിള്ള. നീലിമേ, നീലിമേ. അതൊക്കെ വന്ന്. രമേ ചേച്ചി. രമേ ഇതാര്? ചങ്കരണ്ണ എങ്ങനെയാണോ ഒന്ന് പറ്റി? സുഖം നന്ദി. വാ കയറി വാ. അങ്ങോട്ട് പിന്നെ ഇരിക്കണ്ണ. ഞാനങ്ങ് വീട്ടിൽ പോയിരുന്നു ചേച്ചി. 2 ദിവസമായിട്ട് അച്ഛൻ എൻ്റെ ഒപ്പം ഉണ്ട്. അച്ഛനാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ബാലുചേട്ടനെ കാണണമെന്ന്. അങ്ങനെ വീട്ടിൽ പോയപ്പോഴാണ് കണ്ടത് അവിടെ പൂട്ടിയിട്ടേക്കുന്നത്. അപ്പോഴാണ് ഞാൻ ചേച്ചിനെ വിളിച്ചത്. ചേച്ചിയാ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. വീടിൻ്റെ ഓടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നോ? പടവലൊന്നും എവിടെ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കൂലേ നാട്ടുകാർ വീട് എവിടെയെന്നല്ലേ മാമ? അല്ല പിന്നെ അമ്മേ ഇതാണ് ഞാൻ പറഞ്ഞ രമ, ബാലുവിന്റെ ബന്ധുവേ. ഓ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാറില്ല കുട്ടി. ഭർത്താവ് എവിടെയാ മോളെ? അത് വന്ന ഉടനെ ഞാൻ അവളോട് ചോദിച്ചു അവ എവിടെ പോയിന്ന്. മുങ്ങിയിട്ട് ഒരാഴ്ചയായി. ഭർത്താവിന്റെ പേരെന്താ? ജയന്തൻ. ജയന്തൻ എന്നല്ല ഇടാനുള്ളത്, ജരാസന്ധൻ എന്നാണ് ഇടാനുള്ളത്. പുള്ളിക്കാരൻ എന്തുവാ ജോലി? ഒന്നും പറയണ്ട, തെണ്ടി അങ്ങോട്ട് വാരാ നടപ്പുന്ന ജോലി. പറ്റിപ്പോയി. രമേ എല്ലാം കഴിച്ചാ? നീലുവായി അത് തുളിച്ചോണ്ട് പോ, നീ കൊടുക്ക കഴിക്കാൻ. ഇതൊക്കെ നിന്റെ മക്കൾ എന്നാടേ? പിന്നെ വേറെ അറിയില്ല. നീക്ക് പണ്ടത്തെ പോലെയൊക്കെ തന്നെയാണേ നീ. നിങ്ങൾക്ക് ഒരു മാറ്റമല്ല. എവിടെയാണ് സംസാരിക്കണമെന്ന് ഒരു ഇപ്പോഴും ഇല്ല. അത്തരത്ത് കയറി സംസാരിച്ചോളായി. നീ ആര്യ നാടിലോട്ടൊക്കെ വരാത്തത്? എന്താ പൊന്നണ്ട ആര് നടന്ന് കേൾക്കുമ്പോഴേ എന്തോ പോലെ. എന്തായാലും അണ്ണങ്ങി വന്നല്ലേ,
നമുക്കിവിടെ അരിഞ്ഞടാക്കാം. ഓ സംസാരമൊക്കെ പിന്നെ വാ എന്തെങ്കിലും കഴിക്കാം എല്ലാരും വാ. പിടിച്ചില്ല. അത് തന്നെ വേണ്ടി വാ എന്തെങ്കിലും കഴിക്കാം. അവന് വീണ്ടും വിശപ്പ് തുടങ്ങി. ഇവന് കൊച്ചുനാളില് ഭയങ്കര വേറെ വിശപ്പാണ്. ചാപ്പാട്ടിലമ്മ കണ്ടില്ലേ വയറിരിക്കുന്ന ഇരിപ്പ്. എന്റെ പൊണ്ണ ഇത് പൈസ എടുത്തുണ്ടാക്കിയ വയറാണ്. ആ ഈ വയറുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നെങ്കിൽ വാ 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 പെട്ടെന്ന് പോയി എല്ലാരും പോയി വരാം മാമ വരാം മകളെ. നിങ്ങൾ എന്താന്ന് വിളിച്ച് പറഞ്ഞത് കയറും ചാപ്പാട്ടോ ഞാൻ എനിക്കിവിടെ ഒരു വിലയുണ്ട്. ആ അത് കളഞ്ഞ് കുളിക്കല്ലേ പാട്ട്. തട്ടുംപുറത്ത് ഇതുപോലെ കുറെ തേങ്ങ ഉണ്ടാടേ? എനിക്കറിയില്ല. ഒറ്റ വീട്ടിന് എത്ര തേങ്ങ കിട്ടും? ഞാൻ എണ്ണീട്ടില്ല. കള്ളൻ മൂത്തോയ്ക്ക് സംസാരിക്കൂല. എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടേക്കാണ്. എന്താ പനി എടുത്തിട്ടേക്കാണ്. എന്തോ കാണാ പേടിപ്പിച്ചളഞ്ഞല്ലേ? വേറൊക്കെ നിറഞ്ഞ പണ്ടത്തോരും ഇപ്പൊ ഒന്നും ഇറങ്ങുന്നില്ലടാ. ഇറങ്ങിയാൽ ഈ ദേഹത്ത് എത്ര ഇറങ്ങാ? ഡേയ് ആ നീ കാണുന്ന വാഴത്തോപ്പും ഇതുകൊണ്ട് ആ തെങ്ങും പുരകളും അതൊക്കെ നിന്റെ പമ്പറനാഥ് ചെയ്ത് വാ എല്ലാം അവളെ തന്നെ അണ്ണാ. ഇന്ന് തരും നാളെ തരും എന്നും പറഞ്ഞുകൊണ്ട് കൊതിപ്പിച്ചിട്ടേക്കും. ഇതിരിക്കൊന്നും എഴുതി തന്നില്ലടേ. ഓ എഴുതാൻ വേണ്ടി 2 പേപ്പർ ഒരു പേനയെ വാങ്ങിച്ചു കൊടുത്ത് എഴുതി തുടങ്ങിയപ്പം പേനയുടെ മഷി തീർന്നു. ഡേയ് ഒരു പെൻസിലെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് എഴുതി വാങ്ങിടേ. അല്ലെങ്കിൽ കണ്ട ആൺപിള്ളേർ നല്ലൊരു പേനയും വാങ്ങിച്ചു കൊടുത്ത് എഴുതി വാങ്ങിച്ചുകൊണ്ട് പോകും. ആ നിങ്ങൾ എന്നെ കഞ്ഞി പാറ്റയിടും. ദാണ്ട ഇങ്ങനെ ഉണ്ടാവും. ഇവിടുത്തെ ജോലിക്കാരാണ് നുണയനാണ്. എല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ നോക്കടേ. ഇവിടെ ഈ നല്ല നാടൻ കിട്ടും. ഒക്കെ ചിലപ്പോഴൊക്കെ കിട്ടും. ചിലപ്പോഴേ ചിലയിടത്തൊക്കെ കിട്ടും. എവിടെ കിട്ടും? ആ തേനെടുക്കുന്നൊക്കെ കയറി പോകും. കയറിക്കുന്ന ആ ഇതേ വീടാ വളഞ്ഞ തേനെടുക്കുന്നൊക്കെ കയറി പോകും. ഓ എടാ അവിടെ പോലീസൊക്കെ വരും ഇവിടെ. അതെനിക്ക് അറിഞ്ഞുകൂടാ. നിനക്ക് എന്താണ് അറിയാന്നുള്ളത് ഒന്ന് ചോദിച്ചാൽ അവൻ അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു കാര്യമുണ്ട്. പഠിപ്പിച്ച് വിട്ടേ. അവിടെ നല്ല എക്സസൈസ് പയ്യന്മാരില്ലാത്തതുകൊണ്ട് അടിച്ച് പൊട്ടിച്ച് എല്ലാം കൂടെ കളയണം. ചാരയും കോടയും കീടയും അല്ലണ്ണ ചുമ്മാ നാടിനെ ഓടിക്കാൻ വേണ്ടി. അണ്ണ ഇതിനു വേണ്ടി എത്ര പെണ്ണുങ്ങൾ കണ്ണീരൊഴിക്കണം അണ്ണ. നമ്മൾ ഈ ആര്യനാടെ ഈ കോട്ടയ്ക്കകത്ത് ഇപ്പൊ മാറ്റമുണ്ടണ്ണ. അവിടെ ഒന്നും ഇല്ലടേ. ആ അന്നത്തെ കാലം ഒരു കാലം തന്നെ. അവ നമ്മള് സംസാരിച്ച് തീരുന്നവരെ നിന്ന് പൊതിച്ചോണ്ടേയിരിക്കും ഇല്ലടാ. ഇതെവിടെ കൊണ്ടുപോകാനടാ ഇത്? എനിക്കറിഞ്ഞൂടാ. നിന്റെ വീട് എവിടെ? നിന്റെ ഭാര്യയുടെ പേരെന്താടാ? എനിക്കറിഞ്ഞൂടാ. ഇനി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. വാ അവരൊന്നും പറഞ്ഞു. കുറച്ച് തരും രമ്യം കഴിക്കുക. കുറച്ച് പഴങ്കഞ്ഞി. ഞാൻ വന്ന ഉടനെ ദോശ കഴിച്ചല്ലേ ചേച്ചി. ചേച്ചി കുടിക്കും പഴങ്കഞ്ഞി. എനിക്ക് ചെറുതിൽ എല്ലാ ദിവസവും പഴങ്കഞ്ഞി കഴിക്കണമായിരുന്നു. അത് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കണം. നല്ലൊരു സമാധാനം കിട്ടും. പഴങ്കഞ്ഞി കുടിച്ചേ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ഒരു ചക്കപ്പോത്ത് പോലെ ആയിരുന്നേ. പിന്നെ ഞാൻ അവൾക്ക് പഴങ്കഞ്ഞി കൊടുത്തിട്ടില്ല. കൊടുത്തില്ല. ഞാൻ എല്ലാ ദിവസവും കട്ടുവയ്ക്കായിരുന്നു. എടിലച്ചു നീ കുറച്ച് പഴങ്കഞ്ഞി കുടിക്കും. നിന്റെ ഈ ഉണക്കൊക്കെ ഒന്ന് മാറട്ടെ. അവള് ഡയറ്റിങ്ങിലാ. എടി ഡയറ്റിങ് കൂടിയ വയറിന് എന്തെങ്കിലും വരും. അവളുടെ വയറിന് മാത്രമല്ല പ്രശ്നമുള്ളത്, അവള് മൊത്തത്തിൽ പ്രശ്നമാ. കുറച്ചു ദിവസം ഇവിടെ നിർത്തിയാൽ ഞാനിവിടെ ശരിയാക്കി തരാം. ശരിയാക്കും. അമ്മേനെ അവള് ശരിയാക്കി തരും. ആഹാ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്ന വിവരം ഞങ്ങളെയൊന്നും അറിയിക്കണ്ട. എടാ എനിക്കും കൂടി കഴിക്കാനുള്ള കഞ്ഞി വരുന്നില്ലേ? അവൻ അതൊക്കെ കൈ മുക്കി. എടി ഇത് എനിക്ക് തന്നെ കഴിക്കാൻ തയ്യത്തില്ല, പിന്നെ നീ എങ്ങനെ കഴിക്കും? എടാ പതുക്കെ കഴിക്കുന്നതിന്റെ തൊണ്ടേ കൊടുങ്ങും. നീലി ഇവിടെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് വയറൊന്ന് പരിശോധിക്കണം. അത് ശരിയാട്ടാ. എനിക്കൊന്നേ എന്റെ വയറ്റില് പെരുമ്പാമ്പിന്റെ കുഞ്ഞു കാണുന്ന. അണ്ണാ സൂക്ഷിച്ച് കിടക്കി. നിങ്ങൾ ആടാ നടക്കാതെ. എന്താണ് ഇവിടെ കുണ്ടും കുഴി? അണ്ണാ കുണ്ടും കുഴിയല്ല, ഇത് ചാല് ചാല്. ആ ചാല്. അവിടെ താങ്ങാ നിങ്ങൾ ഇതെല്ലാം കൂടെ വലിച്ച് പൊളിക്കുള്ളത്. ഇതെന്താണ് വള്ളി പടം? എന്താണ് അത് തൂങ്ങി കിടക്കുന്നത്? തൂങ്ങി കിടക്കുന്നതാ. ഇതാണ് കുട്ടാൻപിള്ള. എന്റെ അമ്മാവൻ. എന്റെ പൊന്നെണ്ണ ഇതെല്ലാം കൂടെ വിറ്റിട്ടാണ് ഇവിടെ പൈസ കുന്നുകൂടുന്നത്. എന്നിട്ട് എനിക്ക് നക്കാപ്പിച്ച എല്ലാം കൊണ്ടുവരും. ആ അത് തന്നെ. ആ എനിക്ക് പൈസ കിട്ടാത്ത ഒന്ന് ഇടപെടലില്ല. എന്തായാലും ഇടപെടലില്ല. ഇജ്ജട്ട് അരി വായിക്കോട്ടെ. കുടിച്ചു കഴിഞ്ഞാൽ ലക്കുമില്ല ലകാരുമില്ല. മര്യാദയ്ക്ക് പറഞ്ഞു. മര്യാദയ്ക്ക് 2 എണ്ണം അടിക്കാമെന്ന് പറഞ്ഞല്ലോ പോയത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ആക്രാന്തം ഇയാൾക്കെല്ലാം കൂടെ. ആ
പിള്ളേർ ചാക്ക് അത് തന്നെ ഇങ്ങോട്ടോ ഇങ്ങോട്ട് എന്താ നമ്മള് വീട്ടിൽ തന്നെ പോകണല്ലേ? പോവുക ഇവിടുത്തെ പിന്നെ ഒരു കാര്യമുണ്ട്. ഇവിടെ എങ്ങാനും വീഴുന്ന എൻ്റെ അമ്മച്ചാണ് ഞാൻ അവിടെ ഒരു കുഴി കൊടുത്ത് ഇവിടെ കുഴിച്ചു കൂടും. ഉള്ള കാര്യം ഞാൻ നീ സൂക്ഷിച്ച് നടന്നാ മതി. ഞാൻ സൂക്ഷിച്ചു നടന്നോളാം. എന്നെ പിടിക്കണ്ട. ഇല്ല പിടിക്കില്ല. എന്നെ പിടിക്കണ്ട. എന്നെ പിടിക്കില്ല. എന്നെ പിടിക്കണ്ട. മോശമായി ഞാൻ ചവിട്ടി താക്ക്. ഞാൻ അമ്മയാണ് ചവിട്ടി താക്കുക. ഞാൻ മോശമായി പോയല്ലേ? എഴുതി മോശമായി പോയി. നിങ്ങൾ രാത്രി അന്ന് അവിടെ പോകുമ്പോലൊന്നും അല്ല, രാത്രി നടക്കുമ്പോലൊന്നും അല്ല അവിടെ. ഇവിടെ ഞാന് ഇഷ്ടം പോലെ ആർക്കി പിറ്റായി റബ്ബർ വേളയിൽ കൂടെ നടന്നിട്ടുണ്ട്. എപ്പോഴും നടന്ന് രാത്രി റബ്ബർ വേളയിൽ കൂടെ നടന്ന് എന്തിനാണെന്ന് എനിക്കറിയാം. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കല്ലേ കേട്ടോ. ഇങ്ങോട്ട് വാങ്ങോട്ട്. ഇതൊരു കാര്യം, അവിടെ ചെന്ന നമ്മൾ അടിച്ചിട്ടുണ്ടെന്ന് അറിയല്ലേ. എന്നെ കണ്ട കാക്ക ഞാൻ പറയില്ല, ചെന്ന് പറയും നമ്മൾ വെള്ളം അടിച്ചിട്ടില്ല. കറക്റ്റ്. വാ തുറക്കരുത്. പിന്നെ ഞാൻ മണ്ണടിച്ച് വായിക്കാത്ത അടിച്ച് കയറ്റി ഉണ്ടാ അങ്ങോട്ട് ഉമ്മാടുന്നു ആടുന്നത്. അത് ഞാനാ പൈസ കൊടുത്ത് അടിച്ചിട്ട് ഛർദ്ദിച്ചാനാ? എന്താ പട്ടി ഛർദ്ദിക്കും. ഇയാളെ കൊണ്ട് തോറ്റല് ഇയാളെ നേരത്തെ വിളിച്ചോണ്ടാ തോന്നിയത്. ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് അറിയാം. എന്റെ കഞ്ഞൂടി വിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ വിത്ത് കീരൊക്കെ വിതച്ചൊക്കെയാണ്. എന്റെ കാറ് ഞാൻ പറയാം. സ്റ്റഡിയായി പോണു. സ്റ്റഡിയായിട്ട് വാ. വീടെത്തിയ അമ്മയാണ് ഞാൻ കുളച്ചുകൊണ്ട് മുക്കുക. ചുമ്മാ ഉണ്ടാകാം. സ്റ്റഡിയായി പോ കേട്ടാ. മര്യാദയ്ക്ക് വാ അങ്ങോട്ട്. സ്റ്റഡിയായിട്ട് പോണേ. നീ ആടാതാടാ. നിങ്ങൾ ആടണാണ് ഞാൻ ആടണം തോന്നണത്. നിങ്ങൾ ആടാതെ ആദ്യം മര്യാദയ്ക്ക് വാ അങ്ങോട്ട്. എന്ത് ചെയ്യുന്നതിനെ കൊണ്ട് വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നത്? പിന്നെ വീട്ടിൽ പറയാതെ അല്ലെങ്കിൽ ഞാൻ അവിടെ വെട്ടി താത്തന്നെ. അങ്ങോട്ട് കല്ല് പുല്ല് ഇങ്ങോട്ട് വരുവാ. അങ്ങോട്ട് കയറി പോ. ആരോടെ കാഴ്ചയിരിക്കും. ആവില്ലാത്ത പണിക്കൊക്കെ പോവുകയും ചെയ്യും. ഇയാളെ പലല്ല ഞാൻ അടിച്ചത്. പിന്നെ നീ ചുമ്മാ വരട്ടാടേ. അമ്മേ എന്നാ വെള്ളം. അയ്യോ മോള് കൊണ്ടുവന്നോ? ചേച്ചി അവിടെ അടുക്കളയിലാ. ആടാതെ വാ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല? ഇല്ല. ഉണ്ട്. നമ്മളവിടെ കുളത്തിന്റെ കര ഇരിക്കായിരുന്നു. അല്ല ഇവരെന്ത് നമ്മളെ തന്നെ നോക്കണത്? നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലേ? അണ്ണാ അങ്ങോട്ട് മാറിയിരിക്കും. പോയി പോ. ഞാൻ അവിടെ പോയി ഇരിക്കാം. അച്ഛൻ നിന്നേ. നിങ്ങൾ എവിടെ പോയേ? ഞാൻ ഒരിടത്തും പോയില്ല മക്കളെ. മോക്കെന്നെ അറിയാല്ലേ, ഞാൻ നിരപരാധിയാണ്. എന്നാ നിങ്ങൾ അവിടെ പോയി സ്വസ്ഥായിട്ടിരിക്കും. പോയി ഞാൻ പോയി സ്വസ്ഥായിട്ടിരിക്കാണ്. പോയി രമേ. എന്താ ചേട്ടാ? അതെ നാമി രണ്ടാളും കൂടി മിനിങ്ങാൻ പോയതല്ലേ? കൊള്ളാം, നന്നായി. നീലുവേ, എടി നീലു. എന്ത് ആരും ഇല്ലേ ഇവിടെ? പറഞ്ഞാൽ അവിടെ പോയി. നീലിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പേടിപ്പിച്ചുള്ളായിരുന്നു? നിനക്കെന്താ? എനിക്കൊന്നുമില്ല. വെള്ളം അടിച്ചോണ്ട് വന്ന് നിന്നോണ്ട് കോട്ടി കാണിക്കുന്നു. എന്തോന്നാടാ ഇത്? നിങ്ങൾ എവിടെ പോയി കഴിച്ചു വന്നടാ? കഴിച്ച ആര് മാമ? അതെ നമ്മൾ ഈ ഇവിടെ വയൽ നടക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നേ, ഇവിടെ കുളത്തിന്റെ കരയൊക്കെ കൂടെ. അപ്പൊ അവിടെ ഒരു കനാലല്ലേ, അവിടെ കുറച്ച് നിന്നിട്ട് എന്തോ കുടിക്കുന്നു. അപ്പൊ നമ്മളെ വിളിച്ച്. ആരെന്ന് അറിഞ്ഞൂടാ, ഉള്ള തന്നെ സത്യം. ആരെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ദാഹിക്കണമെന്ന് ചോദിച്ച്. അപ്പൊ തന്ന്. അവൻ പറ്റിപ്പോയി മാമ. അവർ തന്നത് മറ്റേ സാധനമായിരുന്നു. പാലെല്ലാം കൂടെ പെരുത്തിട്ടോ. അപ്പൂ എന്റെ സ്വഭാവം നീ മാറ്റരുത്. അങ്ങോട്ടൊക്കെ പോയി വാറ്റുകാരെയും കഴിച്ചിട്ട് വന്നിരിക്കുന്നു. നമ്മളെ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടിയാന്നേ രണ്ടും കൂടെ പോയിട്ട് വന്നത്. എന്തോന്നാ ചേ കാണിച്ചു വെച്ചേക്കുന്നേ? എനിക്ക് വയ്യ. ഞാൻ നിരപരാധിയാണ് മക്കളെ. പരാതി കൂടെ നിന്നിട്ട് നിരവധി പോവാ. ചേച്ചിനെ വിളിക്കും. വിളിച്ചാൽ അവൾ എന്നെ വിളി. നീലു, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഒരാവശ്യത്തിന് വിളിച്ചാ കാണത്തില്ല. അവിടെ ഇങ്ങനെ തന്നെ ഒരാവശ്യത്തിന് വിളിച്ചാൽ കാണൂല.
വളർത്തി കളഞ്ഞു. ആമാ ഞാൻ വേറെ ഒന്നും പറയല്ല, ഇനി ഞാൻ കുടിക്കൂല. അയ്യോ വയ്യ, എനിക്ക് വയ്യ. ഈ കൂതറ സ്ഥലത്ത് നിന്ന് വന്ന് കുടിച്ചെനിക്ക് വയ്യ. മതി, നിർത്ത്. എന്താ നീ ഇറങ്ങി വാടി. എന്താ അടിയുന്നു? എന്താ ദാ നിന്റെ ഭർത്താവ് 4 കാലം വന്നിരിക്കുന്നു. ഇരുന്നില്ലല്ലേ, നിക്കല്ലേ. ഓ നീ നിൽക്കുന്നു എല്ലാം കണക്കാ. എവിടെയായിരുന്നു ഇത്ര നേരം? കഴിഞ്ഞ് കോട്ട് കാണിക്കുന്നു. എവിടെയായിരുന്നു ഇത്ര നേരം? ശങ്കരനാ ദോ ഇരിക്കുന്നു. എനിക്ക് ചാവത്ത് പോ. എന്നെ പിടിക്കല്ലേ, എന്നെ പിടിക്കല്ലേ പോ. നിങ്ങള് മാണം കിട്ടാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കണ. ആ വയസ്സായ മനുഷ്യനോട് കൂട്ടുപിടിച്ചില്ല അതിനു വേണ്ടി. നിർത്ത്. ഇതൊരു താന്ന് നേരം പിടിച്ച് തലകറി ഇറങ്ങനാണ് നീ. എടി ഞാൻ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനല്ലേ. ഇവിടുത്തെ പറമ്പും വയലും കുളമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു ടെൻഡൻസി തോന്നി. അപ്പോൾ ഞാൻ ഒരു 2 പട്ട അടിച്ചു. അതിന് നീ ഇപ്പോൾ ഇവിടെ സീനുണ്ടാക്കണം എന്തിനടി? അവിടുത്തെ പോലെ ഇവിടെ നാണം കിടത്തിയുണ്ടല്ലോ കരികളെ. ഞാൻ കുടിച്ച് വന്നിട്ട് ആളാവാൻ നോക്കണം. വിഷ്ണു കൂടെ വന്നേ, മാറ്റി കൊടുക്കാത്. ഇട്ട് ഒലക്കലെന്ന് പറ. എന്നെ ഇട്ട് ഒലക്കരുത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. കൈവിട്. എന്ത് മാമി ഒന്നും ഉണ്ടായിരിക്കുന്നു? അയ്യേ എന്താ ഇത് ഒരുമാതിരി കള്ള് ഷാപ്പ് പോലെ. കള്ളിഷാപ്പ് പോലെ അല്ല, വേണമെങ്കിൽ കള്ളിഷാപ്പ് പോലെ ആക്കാം അവിടെ. മാമ അവനെ പിടിച്ചോണ്ട് കുളത്തിക്കൊണ്ട് മുക്കണം. അല്ലേ കുളത്തിക്കൊണ്ട് മുക്കാൻ എന്നാ നിന്നെ മുങ്ങ പോവാലോകത്ത് വന്ന് കേറി അകത്ത് കയറാൻ. വാച്ച എല്ലാത്തിനും കാരണം എല്ലാരും കൂടെ ചുറ്റും നോക്കൊണ്ടിരിക്കണം. മാമ വാ മാമ, കുറുക്കടത്താ മാമ. അമ്മ കുടിക്കൂല, എന്റെ ജമ്മാത്ത് കുടിക്കൂല. എത്ര പ്രാവശ്യം പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. ഈ വയസ്സം കാലത്ത് വയ്യാത്ത പണിക്ക് പോണോ? എനിക്ക് വയ്യ. അയ്യോ അയ്യോ കാണുമ്മ. അയ്യോ അമ്മാ, അയ്യോ എന്തിനാ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അമ്മാ. അയ്യോ അയ്യോ നിനക്ക് വേറെ ജോലിയില്ലേടാ? നിനക്ക് എന്നെക്കാൾ എത്ര വയസ്സിൻ്റെടാ നീ മൂത്തത്? എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ പോകാൻ വേണ്ടി എന്റെ കുടുംബം നീ ശിഥിരമാക്കില്ലേടാ ദുഷ്ടാ? എന്താ വീഴ എന്റെ പടുകുഴി തള്ളിയിട്ടില്ല. പന്ന കുട്ടമ്പിള്ള പറഞ്ഞ കുളത്തിൽ കൂടെ അങ്ങനെ മുക്കേണ്ട സമയം കഴിഞ്ഞു. വാനിയമ്മ കെട്ടിലമ്മ. Yeah.